നമസ്കാരം. ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത് പോലീസുകാരിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയ ട്രാൻസ് യുവതി ഇഷയാണ്. ഇഷയുടെ വാക്കുകളിലേക്ക് വരാം. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി വരാം. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആരോഗ്യമന്ത്രിയുടെ മറുപടിക്കിടെ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. എൻ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ ഇല്ലേ എന്ന മന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മണ്ണാർക്കാട് അല്പം പോയാൽ മതിയല്ലോ സാർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ? സാർ, ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്, ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ, ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ഷംസുദ്ദീൻ മോശം പരാമർശം നടത്തിയെന്ന് ഭരണപക്ഷവും വിമർശിച്ചു. കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെന്നും മരണനിരക്ക് കുറവാണെന്നും മന്ത്രി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് സംഭവിച്ചത് സഭയിൽ? സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമ്പോഴും കൃത്യമായ പ്രോട്ടോകോളോ, എങ്ങനെയാണ് രോഗം പടരുന്നത്, രോഗം വരുന്നതെന്ന് കണ്ടെത്താനുള്ള ഏത് ഉറവിടത്തിലൂടെയാണ് വരുന്നത് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പ് പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസിലെ പ്രധാന ആരോപണം. ഇതിനുള്ള മറുപടി പറയുമ്പോഴാണ് സംസ്ഥാനത്ത് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്, കൃത്യമായി ഏത് ഉറവിടത്തിലൂടെയാണെന്ന് വരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്, ഇത് പ്രതിരോധിക്കുന്ന നടപടികളും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് തുടങ്ങിയിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിച്ചത്. ആ വിശദീകരണത്തിന് ഒടുവിലാണ് അട്ടപ്പാടിയിൽ നടന്ന, അതായത് റൂൾ 50 നോട്ടീസ് അവതരിപ്പിച്ച എൻ ഷംസുദ്ദീന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അട്ടപ്പാടിയിൽ നടന്ന കാര്യങ്ങളും മന്ത്രി പരാമർശിച്ചത്. ഇതൊക്കെ അവിടെ നടന്നിട്ടും അങ്ങ് അറിയുന്നില്ലേ, അങ്ങ് മണ്ഡലത്തിലില്ലേ എന്ന മന്ത്രിയുടെ പരാമർശമാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഒരു MLA മണ്ഡലത്തിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നത് തീർത്തും അപമാനകരമായ കാര്യമാണ്. അതിന് മറുപടി പറയാൻ ആ MLAക്ക് അവസരം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിനെ എണീറ്റ് ഇക്കാര്യം ആവശ്യപ്പെട്ടതുണ്ട്. ഷംസുദ്ദീന്റെ പരാമർശം മന്ത്രിയെ അവഹേളിക്കലാണ്, മോശം പരാമർശമാണെന്ന വാദവുമായി ഭരണപക്ഷവും എഴുന്നേറ്റു. വലിയ ബഹളമുണ്ടായി. ഇതിനൊടുവിലാണ് ഒരു MLAക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുകയും അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകാത്തതിലും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയാണ്. സഭ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഭരണപക്ഷ MLAമാരും ഈ വിഷയത്തിൽ സഭയിൽ പ്രതികരിച്ച. അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ബഹിഷ്കരണം ഉണ്ടായത്? അതിനുശേഷം മന്ത്രി പി രാജീവ് പറഞ്ഞത് വളരെ ഗൌരവമുള്ള അടിയന്തര സ്വഭാവമുള്ള വിഷയങ്ങളാണ് റൂൾ 50 നോട്ടീസായി സഭയിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിന് ചർച്ചയിൽ മന്ത്രിയുടെ മറുപടി പോലും കാത്തിരിക്കാതെ പ്രതിപക്ഷം പുറത്തുപോയത് അവർ അത്രത്തോളം ഗൌരവമില്ലാതെ വിഷയം കാണുന്നതിന്റെ തെളിവായാണ് ഭരണപക്ഷം പി രാജീവ് അടക്കമുള്ളവർ വിശേഷിപ്പിച്ചത്. അശ്വതി, ശരി. വി അരുണാണ് നിയമസഭയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. നമുക്കിനി അതിഥിയിലേക്ക് പോകാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസുകാരുടെ ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. അതിനിടെയാണ് പോലീസുകാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി ട്രാൻസ് യുവതി ഇഷ രംഗത്തെത്തിയത്. എന്താണ് ഇഷയ്ക്ക് നേരിട്ട ദുരനുഭവം? അതേക്കുറിച്ച് സംസാരിക്കാൻ ഇഷ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഇഷ, ന്യൂസ് 3ലേക്ക് സ്വാഗതം. വലിയ ബുദ്ധിമുട്ടോടെയാണ് ഇഷ അന്ന് സംസാരിച്ചത്, ഞാനത് കേട്ടിരുന്നു. കാരണം പരാതി പറയേണ്ടിടത്ത് നിന്ന് തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ പരാതിയുമായി ചെല്ലുന്ന സമയത്താണ് നമുക്കിത് ഉണ്ടാകുന്നത്. കാരണം 2023 കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറയൂ. 2023 കാലഘട്ടം മുതൽ, അതായത് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ ഒരു പ്രൈവറ്റ് അന്യായവുമായി നമ്മൾ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കവേ തന്നെ നമ്മൾ ഈ ഒരു ആക്ടിന്റെ പുറത്തും പിന്നെ നമുക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ 74 മുതൽ 79 വരെ സ്ത്രീ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഗവൺമെന്റ് ഉറപ്പടിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സുരക്ഷ എവിടെയാണെന്നുള്ളതാണ്. അപ്പോ ഞാൻ അവിടെ പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്റെ നമ്പർ എടുക്കുക, എനിക്ക് അതിലേക്ക് മോശം മെസ്സേജുകൾ അയക്കുക. ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ടെലഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുക, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരിക, അവിടെ ബ്ലോക്ക് ചെയ്താൽ നേരെ FBയിലേക്ക് വരിക.
അപ്പൊ ഇങ്ങനെ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ട് എന്നെ ചൂഷണം ചെയ്യാണ് ഉണ്ടായത്. അപ്പോ എനിക്ക് അത് മാത്രമല്ല, ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ജുഡീഷ്യൽ പോലെയുള്ള, അതായത് മജിസ്ട്രേറ്റ് പോലെയുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ എവിടെ ചെന്നാണ് പരാതികൾ പറയേണ്ടത്? തീർച്ചയായിട്ടും ഈശ, അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ പരാതി പറയേണ്ടവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളിടത്താണ്. ആദ്യം അങ്ങനെ ഒരു മെസ്സേജ് താങ്കൾക്ക് അങ്ങനെ വന്നപ്പോൾ എന്തായിരുന്നു താങ്കൾ സ്വീകരിച്ചൊരു നടപടി? അത് വിലക്കാൻ ശ്രമിക്കുകയോ ഇനി മേലിൽ മെസ്സേജ് അയക്കരുതെന്ന് പറയുകയോ ഒക്കെ ചെയ്തിരുന്നു അവരോട്? ഞാൻ അതിനു മുൻപ് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അവിടെ അതാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഓപ്ഷൻ. ഞാൻ സഡൻലി പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അത് ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് വരുന്നത് FB-യിലാണ്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ID എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വരികയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം ഒരേ വ്യക്തിയാണോ? ഒരു വ്യക്തി തന്നെയാണോ ചെയ്യുന്നത് ഈശ? ഒരു വ്യക്തികളിൽ നിന്നല്ല വരുന്നത്. ഒരു വ്യക്തികളിൽ നിന്നല്ല, പല പല വ്യക്തികളിൽ നിന്നാണ് വരുന്നത്. ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവരിൽ നിന്ന് പോലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട നീതിപീഠം അല്ലെങ്കിൽ നിയമപീഠം നമുക്ക് അതിനൊരു ഉത്തരം തരൂ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിക്കുന്നത്. ആ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ആ സ്ക്രീൻഷോട്ട് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ അതെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നോ പരിചയം. അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാന്യത അവിടെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പോവുകയാണ്. അപ്പൊ അവിടെ നിഗൂഢതയില്ലേ? തീർച്ചയായിട്ടും നിഗൂഢതയില്ലേ? അപ്പൊ ഇവിടെ എവിടെയാണ് ലീഗൽ ആയിട്ടുള്ളത്? ഇത് ലീഗലാണോ? ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ലീഗലാണോ? ഇവർക്കൊരു നിയമം, നമുക്കൊരു നിയമം ഉണ്ടോ? ബഹുമാനപ്പെട്ട BNS നമുക്ക് എന്താണ് തരുന്നത്? എനിക്ക് തോന്നുന്നു മജിസ്ട്രേറ്റിന്റെ, തീർച്ചയായിട്ടും ആ മജിസ്ട്രേറ്റിന്റെ മെസ്സേജുകളുടെ ഡേറ്റ് എന്നാണ് സാർ എന്നൊക്കെ ഈശ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. കേസിനെ കുറിച്ചായിരുന്നോ? അതെ, കേസിനെ കുറിച്ചാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 164 ഒക്കെ ഒരു മജിസ്ട്രേറ്റ് നമുക്ക് അയക്കുക എന്ന് പറയുന്നത് വളരെ, ഞാൻ ഭയന്നാണുള്ളത്. കാരണം ഇദ്ദേഹമൊക്കെ ഇനി നമ്മുടെ പേരിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കുടുക്കുകൾ ഇടുമോ എന്നുള്ള ഒരു ഭയത്തോടെയാണ്. മാത്രമല്ല പോലീസിൽ നിന്നുള്ള ശക്തമായ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ പേ അടക്കമുള്ള പേയ്മെന്റുകൾ അയച്ച് ഇത് പുറത്തു പറയരുത്, അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാണ്, നാണക്കേടാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്റ്റേഷൻ പരിധിയിൽ ഞാൻ കാറിലിരുന്നാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന് ബഹുമാനപ്പെട്ട മാഡം അത് എന്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇനി അവർ നടപടി സ്വീകരിക്കാന്ന് എനിക്കറിയാം. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് പകുതിയായപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് കോള് വന്നു. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് ലൈവിലേക്ക് കയറിയത്. ഓക്കെ, ഇഷയുടെ പരാതിയിൽ ഇഷ ഇപ്പൊ ഈ പറഞ്ഞ ഡിജിറ്റൽ തെളിവുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ഡിജിറ്റൽ തെളിവുകളും അടക്കമാണ് ഞാൻ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ഒരു സ്ത്രീക്കോ ഒരു ട്രാൻസ് വുമൺ വ്യക്തികൾക്കോ ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, വുമൺ കമ്മീഷൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ, DGP എന്നിവരിത് കൈക്കൊള്ളണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇത് പരിശോധിക്കണം. ഈ പരാതിയുടെ ജെനുവിനാലിറ്റി പരിശോധിക്കുക. എല്ലാ ജില്ലകളിലും ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തീർച്ചയായിട്ടും ദ്വയാർത്ഥം മുതൽ തുറിച്ചുനോട്ടം വരെയുള്ള BNS 74 to 79 വരെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അതെ, ഇഷയുടെ പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാർത്തയൊക്കെ പ്രേക്ഷകരിലേക്ക് പറഞ്ഞോളൂ. സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വനിതാ PC ഇല്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇല്ല. നമ്മൾ അതിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്ത് നമ്മൾ ഇതൊക്കെ നേടിയെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാൽ എന്താണ് പ്രശ്നം? ബഹുമാനപ്പെട്ട ജില്ലാ മേധാവികൾ അതിനൊരു മുൻകൈ എടുത്ത് മുൻപോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മാത്രവുമല്ല, കൊല്ലം പരിധിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയുണ്ടായി. ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതും ഇതുപോലെ തന്നെ ട്രാൻസ് വുമണിനെ ആക്രമിച്ചൊരു കേസാണ്. വനിതാ PC ഇല്ലാണ്ട് വന്ന് ലാത്തി എടുത്ത് അവരെ തലയ്ക്കും പിന്നെ പ്രൈവറ്റ് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അവരെ പറയാൻ പറ്റാത്തടത്തോളം അറപ്പുളവാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോലീസുകാരും നമുക്ക് പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതിൽ 1-2 പോലീസുകാർ മാത്രമാണ് വളരെ മാന്യമായിട്ട് ഗീവ് ആൻഡ് ടേക്ക് അവർ തരുന്നത്, നമ്മൾ തിരിച്ചവർക്ക് കൊടുക്കുന്നുമുണ്ട്. നമുക്ക് യാതൊരു നിവർത്തിയില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ണു തുറന്നത് കാണണം എന്നുള്ള ഒരു അപേക്ഷയാണ് പറയുന്നത്. ഇഷയുടെ ഈ പരാതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തപ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്തരത്തിലുള്ള സംസാരം മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, നമ്മളെ വളരെ മോശമായ രീതിയിൽ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളടക്കം അയക്കാനുള്ള ശ്രമം ഉണ്ടായി. തീർച്ചയായിട്ടും പ്രിസൺ ഓഫീസറിൽ നിന്ന് വരെ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ഇതിങ്ങനെ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം? ഭീഷണി എനിക്ക് തോന്നുന്നു
പാർട്ടിപരമായിട്ട് എനിക്കൊരു കോള് വന്നിരുന്നു. ഞാൻ ആദ്യം DCRBക്ക്, അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നമ്മൾ പോലീസുകാരുടെ പേരിൽ ഒരു പരാതി കൊടുത്തപ്പോൾ എനിക്കൊരു പാർട്ടിക്കാരൻ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഒരാളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ജെനുവിൻ ആണ് പരാതി. അല്ല, അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല, ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം എന്നുള്ള രീതിയിലുള്ള പാർട്ടിപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ്, ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതാണ്. അപ്പൊ ഇഷയുടെ തീരുമാനം എന്താണ് ഇപ്പൊ? എന്തായാലും ഈ എനിക്ക് അയച്ച നിയമപരമായിട്ട് അതായത് ഇപ്പൊ കൊട്ടാരക്കര ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നിരുന്നു. ഇപ്പം നമ്മള് കൊട്ടാരക്കര റൂറൽ പരിധിയിൽ നമ്മളൊരു പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതി, അതായത് നമ്മളുടെ പരാതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറത്തോ അല്ലെങ്കിൽ 200 മീറ്റർ അകലെയോ എന്തെങ്കിലും ഒരു സംഘടന നടക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ് വുമൺ എന്ന ഒരു രീതി വെച്ചുകൊണ്ട്, വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് നമ്മളോട് നമ്മളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇഷയുടെ അതിന്റെ സംസാരത്തിൽ നിന്ന് നിജസ്ഥിതി മനസ്സിലായത് മനസ്സിലാക്കാണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരാളല്ല ഇഷയോട് ഇങ്ങനെ മോശമായി പെരുമാറിയിരിക്കുന്നത്. അല്ലല്ല അതിൽ നിന്ന് നമുക്ക് അല്ലല്ല മനസ്സിലാകുന്നത് ഈ ട്രാൻസ് യുവതികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ജീവിക്കാൻ എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ, സോഷ്യൽ മീഡിയ അതെ, പറയൂ. പ്ലാറ്റ്ഫോമുകളിൽ വന്നുകൊണ്ട് എന്താണ് LGBTI കമ്മ്യൂണിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവില്ലാത്തവരാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇഷയുടെ നമ്പർ ഒരാൾ പോലീസുകാർക്ക് ലഭിച്ചത് ഈ നേരത്തെ പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നുമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ സംഭവം ഒന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞല്ലോ മാം, നമ്മൾ അവിടെ ഇപ്പൊ എന്റെ ജുഡീഷ്യൽ വന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 164 കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ആ നമ്പർ, എനിക്ക് അയാളുടെ മെസ്സേജ് എനിക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രൈവറ്റ് അന്യായം ഏതൊരു സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വന്നിരിക്കും എന്നുള്ളതാ. അതിപ്പോ ആ നമ്പർ അതിൽ നിന്ന് എടുക്കുന്നതല്ലേ. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വേണ്ടത് CCTV തന്നെയാണ്. ഇവിടെയൊക്കെ വേണ്ടത് CCTV തന്നെയാണ് മാഡം. അതായത് ഒരു ലോകകപ്പ് ഭയം മർദ്ദനങ്ങൾ അവർക്കില്ല മാത്രമല്ല എന്നുള്ളതാണ് അല്ലെ? ഒരു ട്രാൻസ് യുവതി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ആരും വരില്ല, അല്ലെങ്കിൽ നിയമം നിങ്ങൾക്ക് അനുകൂലമാകില്ല എന്നൊക്കെയുള്ള ഒരു എന്താണ് ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥനാണല്ലോ, ഒന്നൊരു മജിസ്ട്രേറ്റ്. അപ്പൊ ഇത്തരത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളാണ് ഈ മോശമായി പെരുമാറുന്നതെന്നുള്ളതാണ്. അവർക്ക് ഒരു ഭയമില്ല അല്ലെ? അതെ, തീർച്ചയായിട്ടും. അവർ പറയുന്നത് അധികാരത്തിന്റെ പുറത്ത് അവർ പറഞ്ഞ ഭീഷണി ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ ഒരു പരാതിയുമായി സ്റ്റേഷനിൽ വരികയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഓഫീസർമാരോട് കൂടെ നിങ്ങൾ സഹകരിച്ചില്ല, ഇത് രഹസ്യമായി കൊണ്ടുപോയില്ലാത്ത പക്ഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് അന്യായമോ പരാതിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വാദി പ്രതിയാക്കുന്ന തരത്തിലുള്ള രീതിയിൽ ഞങ്ങൾ FIR നോട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ജീവിക്കാൻ നിവർത്തിയില്ലാതെ, അതുപോലെ തന്നെ താമസിക്കാൻ ഭവനമില്ലാതെ ഒരു ചാൺ വയറ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന വ്യക്തികളെ ഇങ്ങനെ എന്തിനാണ് ക്രൂശിക്കുന്നത്? തീർച്ചയായിട്ടും. ഈ ഭീഷണിയൊക്കെ ഉണ്ടായത് കോൾ ചെയ്തിട്ടാണോ അതോ മെസ്സേജ് ആണോ, എങ്ങനെയായിരുന്നു? കോളുകളുണ്ട്, മെസ്സേജുകളുണ്ട്. ഞാൻ എല്ലാം ന്യൂസുകൾക്ക് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇനി ഞാൻ പറയുന്നത് ഇത്തരം പോലീസുകാരുടെ വൈഫ് അറിയണമെന്നുള്ളതാണ്, അവരുടെ കുടുംബം അറിയണമെന്നുള്ളതാണ്, ഇവരുടെ കുൽസിത പ്രവർത്തികൾ അവരുടെ വീട്ടുകാർ അറിയണമെന്നുള്ളതാണ് എനിക്ക് ഇതിൽ കൂടി പറയാനുള്ളത്. ഞാൻ ശക്തമായി പ്രതികരിക്കും, നിയമ പോരാട്ടം ഞാൻ നടത്തും, എനിക്ക് ജീവിച്ചേ മതിയാകും. താങ്കൾ പറഞ്ഞു ഈ മെസ്സേജുകൾ അയച്ചതിന് ശേഷം പിന്നീട് നേരിൽ കാണുമ്പോൾ ഇത് ഞാനേ അല്ല അയച്ച എന്ന ഭാവമാണ് പലർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഒക്കെ പിന്നീട് കാണേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, നമുക്കങ്ങനെ കാണുന്നതിനോട് എനിക്ക് എന്താ പറയാ, വെറുപ്പാണ്. ശരിക്കും ഞാൻ അങ്ങനെ കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ നമുക്കത് കൂടാതെ ഒരു കാര്യം ഞാൻ പറയാലോ? പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളൊരു പരാതിയുമായിട്ട് ചെന്നൊരു കേസ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാർഡ് കൈ കാണിക്കണം എന്നുള്ളതാ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെൽഫ് ഡിക്ലറേഷൻ മതിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലെങ്കിൽ തന്നെ ഒരു മെൻ പോലീസാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് അത് FIR ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പറയാം, ഒരു വനിതാ PC അദ്ദേഹം അവരുടെ ഡോക്യുമെന്റ്സ് മേടിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് എടുക്കും, അവർക്ക് ഒരു വനിതാ PC ഏൽപ്പിക്കാം. അതുപോലും ചെയ്യാതെ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന വീഡിയോസ് സഹിതം നമ്മുടെ ഫോണുകളിലുണ്ട്. കൊല്ലം ഈസ്റ്റ് പരിധിയിൽ നിന്നുള്ള മോശം അനുഭവം ഉണ്ട്, കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളതുണ്ട്, കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് ബഹുമാനപ്പെട്ട CP കാണിച്ചിട്ടുള്ളതുമാണ്. CP അദ്ദേഹത്തിനെ സഡൻലി വിളിച്ചു, വിത്തിൻ സെക്കൻഡിൽ അദ്ദേഹത്തിനെ ഷൗട്ട് ചെയ്ത് പറഞ്ഞയച്ചിട്ടുള്ളതുമാണ്. ആ വീഡിയോസ് ഒക്കെ ലേറ്റസ്റ്റ് ആണ്. ഓക്കെ.
അപ്പൊ നമ്മൾ തെളിവ് സഹിതം കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നു. പക്ഷെ ഇവരിത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഇവരത് കേട്ട് അത് അവിടെ കളഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിലായി. ഓക്കെ. ഇഷ, ഇപ്പൊ കൊടുത്ത ഈ പരാതിയുണ്ട്, ഇപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നപ്പോഴാണ് കോൾ വന്നത്. അതെ, ഓക്കെ. അതുമായി മുന്നോട്ട് പോകുന്നു. അതിൽ പ്രതീക്ഷയുണ്ടോ ഇഷയ്ക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന്? തീർച്ചയായിട്ടും ഞാൻ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ നിയമ പോരാട്ടം നടത്തും. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനി ഇങ്ങനെയുള്ള ഒരു വ്യക്തികളും അങ്ങനെ മാനസികമായിട്ട് തുറന്നു പറയാൻ പേടിച്ചിരിക്കരുത് എന്നുള്ളതാണ്. എല്ലാവരും മുൻപോട്ട് ശക്തമായി തന്നെ വരണം. പലർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ശാരീരിക, മാനസിക, വൈകാരിക പീഡനങ്ങൾ ഇവരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശക്തമായ ഒരു നിയമ പോരാട്ടം ഞാൻ നടത്തും. എനിക്ക് തോന്നുന്നു ഇഷ, ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ട്രാൻസ് യുവതിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായി നിയമം പഠിക്കുകയും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത് വ്യക്തമായിട്ട് സംസാരിക്കുന്ന കൂടുതൽ പേരിലും ട്രാൻസ് യുവതികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കൂടുതൽ അവരെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് എന്തൊക്കെയാണ് അവകാശങ്ങളുള്ളതെന്നൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളത് ചിന്തിക്കുകയാണ്. ഒന്നുകിൽ ഇത്രയും ടെക്നോളജി വളർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മോശമായി സമൂഹ മധ്യത്തിൽ വലിയ ആള് ചമഞ്ഞ് നടക്കുകയും വൈകുന്നേരമാകുമ്പോൾ ഇത്തരത്തിൽ മോശം രീതിയിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഇഷയ്ക്ക് തോന്നുന്നത്? അർഹതയില്ലാത്തവർ ആ ഒരു പദവി ഇരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ഡിസ്മിസ് ചെയ്ത് പിരിച്ചുവിടുക, അതിന് അർഹതപ്പെട്ട ആൾക്കാർ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് മാം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഇഷ എന്താണ് ചെയ്യുന്നത്? ഇഷയ്ക്ക് ഇപ്പൊ ഈ ഒരു പോരാട്ടത്തിൽ ആരൊക്കെയാണ് ഒപ്പമുള്ളത്? എന്റെ കൂടെ എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, ഒപ്പം തന്നെ അഭിഭാഷകരുണ്ട്, പിന്നെ സത്യാവസ്ഥ അറിയാവുന്ന കുറച്ച് അധികം ആൾക്കാരുണ്ട്, കമ്മ്യൂണിറ്റിയിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്, ഞാൻ ബഹുമാനിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഇപ്പോ എനിക്ക് മീഡിയ സപ്പോർട്ട് ഉണ്ട്. ഇതിന് വലുത് എന്താണ്? എനിക്കൊരു സ്ത്രീ എന്നോണം എനിക്ക് പുറം ലോകത്തേക്ക് എന്റെ സ്ത്രീ സുരക്ഷ, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവേണ്ട സുരക്ഷ മറ്റൊരാൾക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ഇഷ എന്തായാലും മുന്നോട്ട് പോകൂ. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒപ്പമുണ്ട്, ഇത്തരത്തിലുള്ള ന്യായങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്നുകൂടി പറയുകയാണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്താണ് ലൈവിലേക്ക് വിളിച്ചതും ഇഷ വന്നതും. എന്തായാലും അവരൊക്കെ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ട ആളുകളാണ്. താങ്ക് യു ഇഷ, ഇത്രയും സംസാരിച്ചതിന് വന്നു. ഇനി നമുക്ക് അറിയാം. ജെമിനി ആപ്പ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലേ? നിങ്ങളും നിങ്ങളുടെ സുന്ദരമായ വിൻറ്റേജ് മോഡൽ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം പങ്കുവെച്ച് കാണും. ഈ ആപ്പുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അതേക്കുറിച്ച് നോക്കാം. സമീപകാലത്ത് ഇന്റർനെറ്റിൽ തരംഗമായ AI ഫോട്ടോ എഡിറ്റിംഗ് ട്രെൻഡുകളായ ഗൂഗിൾ നാനോ ബനാനോയും വിൻറ്റേജ് സാരിയും ഡിജിറ്റൽ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഉപയോക്താക്കളുടെ സെൽഫികളെ ആകർഷകമായ കാർട്ടൂൺ ശൈലിയിലുള്ള 3D പോർട്രേറ്റുകളാക്കി മാറ്റുന്ന നാനോ ബനാന ഫീച്ചറും റീട്രോ ലുക്കിലുള്ള സാരി ധരിച്ച ചിത്രങ്ങളാക്കി മാറ്റുന്ന വിൻറ്റേജ് സാരി ഫീച്ചറും വലിയ ജനപ്രീതി നേടി. എന്നാൽ ഈ ട്രെൻഡുകൾ ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിത്രങ്ങളുടെ സുരക്ഷിതത്വത്തെയും സ്വകാര്യതയെയും സംബന്ധിച്ച ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഗൂഗിൾ നാനോ ബനാന എന്ന് നോക്കാം. ഗൂഗിളിന്റെ ജെമിനി നാനോ മോഡൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു AI ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ് ഇത് ഉപയോക്താക്കളുടെ ചിത്രങ്ങളെ വളരെ ഭംഗിയുള്ള, തിളക്കമുള്ള, പ്ലാസ്റ്റിക് ചർമ്മമുള്ള, വലിയ കണ്ണുകളുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയുള്ള പോർട്രേറ്റുകളാക്കി മാറ്റുന്നു. ഈ ഫീച്ചർ ഉപയോഗിക്കുന്നതിനിടയിലാണ് ഉപയോക്താക്കൾ തങ്ങളുടെ ചിത്രങ്ങളെ പഴയകാല സിനിമകളിലെ നായികമാരെ പോലെ വിൻറ്റേജ് സ്റ്റൈലിലുള്ള സാരികൾ ധരിച്ച് രൂപത്തിലാക്കാൻ ശ്രമിച്ചത്. ഇത് മറ്റൊരു ട്രെൻഡായി വളർന്നു. ഇനി AI ടൂളുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം എന്ന് നോക്കാം. ഗൂഗിളിനെയും ഓപ്പൺ AIയെയും പോലുള്ള പ്രമുഖ കമ്പനികൾ അവരുടെ AI ടൂളുകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഗൂഗിൾ നാനോ ബനാന ഫീച്ചറിൽ സിന്ത് ID എന്നൊരു അദൃശ്യ ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചിത്രം AI നിർമ്മിതമാണോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഗൂഗിൾ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും ഈ വാട്ടർമാർക്ക് ഉണ്ടാകും. ഈ വാട്ടർമാർക്ക് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് കണ്ടെത്തി ചിത്രം AI നിർമ്മിതമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. AI ജനറേറ്റഡ് ചിത്രങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന
മെറ്റാ ഡാറ്റ ടാഗുകളും ഈ ചിത്രങ്ങളിൽ ഉണ്ടാകും. ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു പരിധിവരെ നല്ലതാണ്, എങ്കിലും ഇവയ്ക്ക് ചില പരിമിതികളും ഉണ്ട്. സിന്ത് ID വാട്ടർമാർക്ക് കണ്ടെത്താനുള്ള ഉപകരണം പൊതുജനങ്ങൾക്ക് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അതിനാൽ സാധാരണ ഉപയോക്താക്കൾക്ക് ഒരു ചിത്രം AI നിർമ്മിതമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കൂടാതെ വിദഗ്ധർ പറയുന്നത് വാട്ടർമാർക്കുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ കൃത്രിമം കാണിക്കാനോ സാധിക്കും എന്നാണ്. അതിനാൽ വാട്ടർമാർക്കുകൾ മാത്രം മതിയാകില്ല AI ചിത്രങ്ങളുടെ ദുരുപയോഗം തടയാൻ. AI ജനറേറ്റഡ് ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങളാണെന്ന് തോന്നുന്ന തരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ഡീപ് ഫേക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദുരുദ്ദേശത്തോടെ ആരെങ്കിലും നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ചിത്രം ഉപയോഗിച്ച് മോശം കണ്ടന്റുകൾ ഉണ്ടാക്കാനും അതിന് നമ്മുടെ പേര് നൽകാനുമുള്ള സാധ്യതയുണ്ട്. ഒരു AI സ്റ്റാർട്ടപ്പായ റിയാലിറ്റി ഡിഫൻഡറിൻ്റെ CEO ആയ ബെൻ കോൾമാൻ പറയുന്നത്, വാട്ടർമാർക്കിംഗ് ഒരു നല്ല ആശയമാണെങ്കിലും അത് ഒറ്റയ്ക്ക് പര്യാപ്തമല്ല എന്നാണ്. ബെർക്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹാനി ഫരീദ് പറയുന്നത്, വാട്ടർമാർക്കിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും മറ്റ് സാങ്കേതിക വിദ്യകളുമായി ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്താൽ വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ്. നിങ്ങളുടെ ചിത്രങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ഇനി നോക്കാം. AI ട്രെൻഡുകൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇതിനായി ചില ലളിതമായ കാര്യങ്ങൾ പിന്തുടരാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്വകാര്യമായതോ വ്യക്തിപരമായതോ ആയ വിവരങ്ങൾ അടങ്ങിയതോ ആയ ചിത്രങ്ങൾ AI ടൂളുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. മെറ്റാ ഡാറ്റ ഒഴിവാക്കുക. അതായത് ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് അതിലുള്ള ലൊക്കേഷൻ വിവരങ്ങൾ, ഏത് ഉപകരണത്തിലാണ് എടുത്തത് തുടങ്ങിയ മെറ്റാ ഡാറ്റ വിവരങ്ങൾ നീക്കം ചെയ്യുക. ഒപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആപ്പുകളിലും ശക്തമായ പ്രൈവസി സെറ്റിങ്ങുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ചിത്രങ്ങൾ ആർക്കൊക്കെ കാണാൻ സാധിക്കുമെന്നത് നിയന്ത്രിക്കുക. പബ്ലിക്കായി ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു ചിത്രം പൊതുസ്ഥലത്ത് ഷെയർ ചെയ്താൽ അത് എളുപ്പത്തിൽ കോപ്പി ചെയ്യാനും മാറ്റം വരുത്താനും മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നിയമങ്ങളും വ്യവസ്ഥകളും മനസ്സിലാക്കുക. ഒരു AI പ്ലാറ്റ്ഫോമിൽ ചിത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പ്ലാറ്റ്ഫോമിന് നിങ്ങളുടെ ചിത്രത്തിൻ്റെ മേൽ എന്ത് അവകാശങ്ങളാണുള്ളതെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ചിത്രങ്ങൾ അവരുടെ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കാൻ അവർക്ക് അനുമതി നൽകുന്നുണ്ടാകാം. ഇത് മാത്രമല്ല, അപ്ലോഡ് ചെയ്ത ചിത്രത്തിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ ചിത്രം ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും. AI ടൂളുകൾ വിനോദത്തിനും ക്രിയാത്മകമായ കാര്യങ്ങൾക്കും വലിയ സാധ്യതകൾ നൽകുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം വരുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ഡിജിറ്റൽ സ്വകാര്യത സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നത് നിർണായകമാണ്. AI സാങ്കേതികവിദ്യ വികസിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ദുരുപയോഗം തടയാനുള്ള നിയമങ്ങളും സാങ്കേതിക വിദ്യകളും കൂടുതൽ ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അറിയാൻ പോകുന്നത് ദന്ത സംരക്ഷണത്തെക്കുറിച്ചാണ്. എങ്ങനെ അനാവശ്യമായ ദന്ത ചികിത്സാ ചെലവുകൾ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ മണികണ്ഠൻ GR. നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ GR. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ അനാവശ്യമായിട്ടുള്ള ദന്ത ചികിത്സയുടെ ചെലവുകൾ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ്, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അൺനെസസറി ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് പല പല ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഈ ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അത് എത്ര സമയത്തിനുള്ളിൽ നമുക്കത് കിട്ടണം എന്നുള്ള ഒരാളിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വളരെയധികം ഒരു കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് പല്ലുകൾക്കിടയിലുള്ള ഈ വിടവുകളെന്ന് പറയുന്നത്. പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ അടയ്ക്കുന്ന രീതി, അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ ചെറുതായിട്ട് അവിടെയായിട്ട് ചെറിയ ചെറിയ സ്പേസുകൾ വന്നു. അപ്പോൾ ആ സ്പേസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ആക്ച്വലി ഓർഗാനിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ടൂത്തിൻ്റെ ഹെൽത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിനെ ഓർത്തഡോണ്ടിക്കലി മൂവ് ചെയ്യുക, അതായത് ദന്ത ക്രമീകരണം ചെയ്യുക, പല്ലുകളെ നന്നായിട്ട് അടുപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞ സുതാര്യമായിട്ടുള്ള ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ആ ഒരു ഗ്യാപ്പിനെ കുറച്ചുകൂടി കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദന്ത ക്രമീകരണ രീതിയാണ്. അതായത്
നമുക്ക് മെറ്റാലിക് ആയിട്ടുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ സെറാമിക് ആയിട്ടുള്ളതുകൊണ്ട് ബ്രേസസ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ്, പല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലുകളെ, നിരതെറ്റിയ പല്ലുകളെയും ഇതുപോലെ വിടവുകളും ഒക്കെ തന്നെ നമുക്ക് അടച്ച് കമ്പിയിട്ട് ശരിയാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ കൺവെൻഷനലായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പണ്ട് മുതലേ ചെയ്തു പോന്നിരുന്ന ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 18 മുതൽ 24 മാസം വരെ, അതായത് 1.5 മുതൽ 2 വർഷം വരെ സമയമെടുത്തിട്ടായിരിക്കും ആ ഗ്യാപ്പുകൾ അടഞ്ഞു വരിക. അതേസമയം അലൈനേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലിയർ അലൈനേഴ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്കതിനെ ഒരു 8 മുതൽ 9 മാസത്തേക്ക് അതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള മെത്തേഡാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ലൈഗേറ്റിംഗ് എന്ന് പറയുന്ന തരം ബ്രേസസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 13-14 മാസം കൊണ്ടുമൊക്കെ നമുക്ക് ഈ ഒരു ചികിത്സ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒന്നും പറ്റാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ്സ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഒരു കല്യാണമോ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും 2 മാസത്തിനുള്ളിൽ ഇത് ശരിയാക്കണമെന്ന് പറയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഷോർട്ട് ടേമിൽ എങ്ങനെ ഇത് പെട്ടെന്ന് ശരിയാക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൂത്ത് മെറ്റീരിയലൊക്കെ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പല്ലുകളെ എല്ലാം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഗ്യാപ്പുകൾ അടയ്ക്കുന്ന തരത്തിലുള്ള വെനീറുകൾ അല്ലെങ്കിൽ നമുക്ക് ലാമിനേറ്റുകൾ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അടച്ചെടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വെനീഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഒരു അൺനെസസറി ആയിട്ട് കുറച്ച് ടൂത്ത് മെറ്റീരിയൽ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു 6 പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവാണെന്നുണ്ടെങ്കിൽ 6 പല്ലിനെയും ഒരു 2 മില്ലിമീറ്ററോളം ഒക്കെ ചിലപ്പോൾ രാഗി മിനുസപ്പെടുത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ശരി, ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.